എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും, പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷാ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 2-ാം തീയതി മുതൽ ആരംഭിച്ച അപേക്ഷാ സമർപ്പണം ജൂൺ 30 വരെയായിട്ട് സർക്കാർ നീട്ടിയിട്ടുണ്ട്. ജൂൺ 18-ാം തീയതി വരെ നിലവിൽ ഇപ്പോൾ 20,076 അപേക്ഷകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. പിങ്ക് വിഭാഗത്തിലെ 2.08 ലക്ഷം പേരുടെ റേഷൻ വിഹിതം ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിനാൽ പുതുതായിട്ട് വരുന്നവർക്ക് പിങ്ക് റേഷൻ കാർഡിന്റെ സൗജന്യ അരിയും ഗോതമ്പും ഒക്കെ അനുവദിക്കുവാൻ പ്രയാസം വരുന്നതല്ല. പുതിയ അർഹരായിട്ടുള്ളവർ ഈ ഒഴിവിലേക്ക് വന്നില്ല എങ്കിൽ കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ പിങ്ക് കാർഡിന് അർഹതയുള്ള നീല വെള്ള കാർഡുകാർ ജൂൺ 30-ന് മുൻപായിട്ട് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. 1,00,000-ത്തോളം അപേക്ഷകർ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 31-നകം നടപടി പൂർത്തീകരിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒഴിവുകളും നിലവിൽ ലഭിച്ചിരിക്കുന്ന അപേക്ഷകളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ അപേക്ഷിച്ചതിൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ അർഹതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാവുന്നവർ ഉണ്ട് എങ്കിൽ അപേക്ഷിക്കുവാൻ പറയേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് റേഷൻ കാർഡ് മാറ്റുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഇപ്പോൾ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. A-boy മഞ്ഞ റേഷൻ കാർഡ് ഉൾപ്പെടെ 1 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത്. പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. 3 മാസത്തിൽ ഒരിക്കലാണ് വിതരണം ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ വിഹിതമായിട്ടുള്ള മണ്ണെണ്ണയുടെ വിതരണമാണ് ജൂൺ 21 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ കാർഡുകാർക്കും 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപ നിരക്കിലാണ് വിതരണമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തത്, ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇനി 7 ദിവസം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസവും വെള്ള കാർഡിന് 6 കിലോ അരിയും നീല കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരിയും സ്പെഷ്യൽ വിഹിതമായിട്ട് 3 കിലോ അരിയും തന്നെയാണ് ലഭിക്കുന്നത്. ഇനി മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരുന്നാൽ നിങ്ങളുടെ കാർഡ് വെള്ള കാർഡിലേക്ക് മാറ്റുന്നതാണ്. നീല കാർഡുകാരും തുടർച്ചയായിട്ടൊന്നും വാങ്ങാതിരുന്നാൽ വെള്ള കാർഡിലേക്ക് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാരും റേഷൻ വാങ്ങാതിരുന്നാൽ വെള്ള കാർഡിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. നീല കാർഡ് വർഷങ്ങളായി ആർക്കും നൽകാതിരുന്നാൽ മഞ്ഞ, പിങ്ക് കാർഡുകാരെ നീല കാർഡിലേക്ക് അല്ലെങ്കിൽ വെള്ള കാർഡിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഒരു വിഹിതവും വാങ്ങാത്തവരെയാണ് നിലവിൽ ഇപ്പോൾ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് 3 മാസത്തിലധികം റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.